യുദ്ധവും പ്രശ്നമൊക്കെ നടക്കുവാണ് കേട്ടോ. എത്ര ദിവസമായിട്ട് തുടങ്ങിയതെന്ന്. അതുകൊണ്ട് കുറേ സ്ഥലത്ത് തടഞ്ഞു വെച്ചു. ഇപ്പോൾ തടഞ്ഞു വെച്ച സ്ഥലത്ത് അവർ ഇപ്പം വിടൂല. പിന്നെ ലാസ്റ്റ് അവർ എസ്കോട്ടിന് വേണ്ടി വേറെ ആർമിക്കാർ വരുവാണ്. അവിടെ എന്തോ യുദ്ധം നടക്കുവാണ് കേട്ടോ. ഗാനയിലും ഇവിടെ പ്രശ്നമുണ്ട് കേട്ടോ. ബുർക്കിന ഫാസോ ഗാന ബോർഡറിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ആക്ച്വലി. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഉമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമ്മുടെ ബുർക്കിനോ ഫാസോയുടെ ക്യാപിറ്റൽ നഗരമായിട്ടുള്ള മൊഗാദിബുവിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ബുർക്കിനോ ഫാസോ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം ലോകത്തിലെ നമ്പർ 1 ടെററിസ്റ്റ് പട്ടികയിൽ കിടക്കുന്ന രാജ്യമാണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം എന്ന് പറയുമ്പോൾ, പണ്ടെന്ന് പറയുമ്പം ബുർക്കിനോ ഫാസോയിൽ ടെററിസം വളരെ കുറവായിരുന്നു. മാലിയൊക്കെ എന്ന് പറയുമ്പോൾ ടെററിസത്തിന് മുന്നിൽ വണ്ണായിരുന്നു. പണ്ട് മുതലേ ഇതുണ്ടായിരുന്നു. പക്ഷെ ബുർക്കിനോ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പല കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പൊ ലാസ്റ്റ് ഇബ്രാഹിം തൈമൂർ അല്ലേ, ഇബ്രാഹിം ടൗറെ എന്ന് പറയുന്ന പുള്ളി പട്ടാള അട്ടിമറിക്കാരനാണ്. പുള്ളി എന്ന് പറയുമ്പോൾ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് കൂടിയാണ്, ആർമിയുടെ ചീഫും കൂടിയാണ്. പുള്ളി വന്നിട്ട് ഈ രാജ്യത്തിന് കുറേ മാറ്റങ്ങൾ വന്നിട്ട് ഈ പുള്ളി വന്നിട്ട് ഏതോ 3-18 എത്രയോ കുറച്ച് ഈ രാജ്യത്തിന്റെ ഒരു GDP തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴായിട്ട് ഞാൻ കേട്ടായിരുന്നു പുള്ളി ഈവൻ ജയിലില് പ്രിസൺ വർക്കേഴ്സിന് അഗ്രികൾച്ചർ വർക്ക്, അതായത് ജയിലിൽ, നമ്മുടെ നാട്ടിലൊക്കെ ജയിലിൽ ജോലി ചെയ്യുന്നവർക്ക് വർക്കുണ്ടല്ലോ. പക്ഷെ അതേസമയം അങ്ങനെയൊന്നും പല രാജ്യങ്ങളിലില്ല. ഇപ്പൊ ഇറാഖിൽ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ, ഇറാഖിൽ ഒരു കുടിച്ചു മുറിയിൽ ഞാൻ 5 ദിവസം ജയിലിൽ കിടന്നു. അവിടെ 3 വർഷം ആയവനും 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നവനും ആ ഒരു കുടിച്ചു മുറിയിലാണ്. പുറലോകം കാണാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലാണ് ഇപ്പൊ പൂജപ്പുര സെൻട്രൽ ജയിലിലൊക്കെ എന്താ പറയാ, ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടി അല്ലെങ്കിൽ പല പരിപാടി അവർ ജയിലിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിന്റെ കാശ് അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനത്തെ സംവിധാനമൊന്നും പല രാജ്യങ്ങളിലൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതുപോലത്തെ ഒരു സംവിധാനം ഇബ്രാഹിം പുള്ളി ഇവിടെ കൊണ്ടുവന്നു. മാത്രമല്ല ഇവിടെയുള്ള ആളുകൾക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ പുള്ളി ആക്ച്വലി ഫ്രഞ്ചിനെയൊക്കെ വെസ്റ്റേൺ പവറിനെയൊക്കെ ഇളക്കി എടുത്തു കളഞ്ഞു ഈ നൈജർ അട്ടിമറിക്കൊക്കെ ശേഷം. അപ്പോൾ ഇവരുടെ പ്രധാന അലൈ എന്ന് പറയുമ്പോൾ വാഗ്നർ ഗ്രൂപ്പാണ്, റഷ്യയാണ്. വാഗ്നർ എന്ന് പറയുമ്പോൾ റഷ്യയുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പൊ കൂടുതലും അവർ ഗവൺമെന്റ് ഒക്കെ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു ആളുടെ ഇതല്ലേ, മറ്റേ ആളുടെ ഫസ്റ്റ് പ്രസിഡന്റിന്റെ എന്തോ അല്ലേ, പ്ലസ് നാഷണൽ എന്ന് പറയും. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു പരേഡ് ഗ്രൗണ്ട് ഒക്കെയാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ റിപ്പബ്ലിക് സംഭവങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ആ കാണുന്നത് ഇവിടുത്തെ ബാങ്ക് അല്ലേ കേട്ടോ, റിസർവ് ബാങ്ക് പോലത്തെ സംഭവം അല്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതൊരു മലയാളി ചേട്ടൻ. ഹായ് ചേട്ടാ, എന്തുണ്ട്? രാഹുൽ ചേട്ടൻ ഇന്നലെ എന്നെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ഇന്നലെ ഞാൻ രാത്രി ബസ് സ്റ്റോപ്പിൽ കിടക്കേണ്ട ഞാനാണ്. പിന്നെ ലാസ്റ്റ് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നു. സത്യം പറയാം, ഇന്നലെ ടയർഡായി. ഇന്ന് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കൂലായിരുന്നു. പക്ഷെ ഇന്നലെ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഭയങ്കര ടയേർഡായിരുന്നു. അയ്യോ, ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഞാൻ തിമ്പുക്കൂന്ന് തുടങ്ങിയ ജേണി സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ജേണി ആയിരുന്നു. നല്ല ഉറക്കമില്ല, നല്ല ഭക്ഷണമില്ല. അപ്പൊ അവസാനം ഇന്നലെ വന്നു, ഒരു 5 മണിക്കൂർ കിടന്നു, രാവിലെ എണീറ്റു. അപ്പൊ ഇപ്പൊ ചേട്ടാ എന്നെ ബസ്സിൽ ഉണ്ടാക്കണം. ഇവിടെ എത്ര വർഷം ചേട്ടാ? ഇവിടെ ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിൽ 11 വർഷമായി. 11 വർഷമായി. എങ്ങനെയുണ്ട്? ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ബുർക്കിനയാണ് ഇഷ്ടം. ബുർക്കിന ഇഷ്ടം. ഇയാളെ കുറിച്ച് എന്താ പറയാനുള്ള? പ്രസിഡന്റിനെ കുറിച്ച് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആക്ച്വലി. ആളുകൾ ഭയങ്കര നല്ല ആളാണെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആവട്ടെ അല്ലേ? കാരണം ഞാന് അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബോർഡർ സിസ്റ്റം തന്നെ മാറിയിട്ടുണ്ട്. പണ്ടത്തെ ട്രാവലേഴ്സിന്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ബോർഡറൊക്കെ ഭയങ്കര ആ ഒരു സ്മൂത്ത് അല്ല. പക്ഷെ ഇപ്പൊ ഉള്ള ബോർഡർ സിസ്റ്റം എല്ലാം ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അത് നമുക്ക് അറിയാൻ പറ്റും. അവിടെ ബോർഡറിൽ വരുമ്പോഴേ അവർ ഇതൊക്കെ പണിത് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ നമുക്ക് ഭയങ്കര ഒരു വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ പ്രൈബർ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, ഭയങ്കര കുറവാണ് ആക്ച്വലി. അതിപ്പോ ഈ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ വന്നതാണ്. ഇപ്പൊ നമ്മൾ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചിട്ട് നമുക്ക് പോവാം, സിംപ്ലി മൂവ് ചെയ്യാം. അതെ, വേറെ ഇഷ്യൂ ഒന്നും. അതായത് ഈ ബ്രൈബറി സംഭവങ്ങൾ ഭയങ്കര കൂടുതലായിട്ട് എനിക്കും തോന്നി കേട്ടോ. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ചില ആൾക്കാർ ചോദിച്ചാലും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്റെ അടുത്ത് ഒരു 2 മിനിറ്റ് ഇരുത്തിയിട്ട് വിട്ടു, മനസ്സിലായല്ലേ? പിന്നെ വേറൊരു കാര്യം, പല ആർമി ഈ ആം കൂപ്പ് വന്നിട്ട് ഈ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഈ ബ്രൈബറിയൊക്കെ കൂടാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ആം കൂപ്പ് ഇവരെ വെച്ചിട്ടാണല്ലോ ഈ കൂപ്പുകളൊക്കെ നടത്തി വരുന്നത്. അപ്പൊ ഇവർക്ക് കുറെ കൺട്രോൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഭരണ നേതാക്കന്മാർക്ക് ഒരു വലിയ പരിധി വരെ ഇവരുടെ എന്താ പറയാ ഈ ഇങ്ങനെയുള്ള പട്ടാളക്കാരന്മാരെ വലിയ അടിച്ചേൽപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? കാരണം ഇവരുടെ ആ ഒരു ഇതിലാണല്ലോ ഇവരെ കൂപ്പായിട്ട് കയറി എത്താം. അപ്പൊ അതിന്റെ ഇതുണ്ട്. പക്ഷെ ഈ പുള്ളിക്കാരെ എനിക്കൊന്നും അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കുറെ ദിവസം ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബുർക്കിനോ ഫാസോയിലെ നമ്മുടെ മൊഗദിബു ക്യാപിറ്റലിന്റെ കുറച്ച് സ്ട്രീറ്റ് ഭാഗങ്ങളൊക്കെയാണ്.
രാവിലെ എൻ്റെ യാത്ര ഗാനയിലോട്ടാണ്. ഗാന എന്ന് പറയുന്ന പുതിയ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്തിലോട്ടാണ്. നമ്മുടെ ബുർക്കിന ഫാസോ എന്ന് പറയുന്നത് ഫ്രഞ്ച് രാഷ്ട്രമാണ്. അതായത് 11-ാം നൂറ്റാണ്ടിന് ശേഷം തന്നെ ഒരു ഫ്രഞ്ച് കോളനി ആക്കി ഫ്രഞ്ചുകാർ വന്ന് കട്ടുമുടിച്ച് കുറേ നാൾ ഇവിടെ വന്ന് എടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട് കുറേ സാധനങ്ങൾ. ഇൻ ദ ഫ്രണ്ട് സൈഡ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 19,000 ഇത് അക്രം. Can you give me the first seat? This is second. ഈ കാണുന്നതാണ് ഞാൻ പോകുന്ന ബസ്. ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. അതായത് ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ എല്ലാം നടക്കുന്ന നമ്മുടെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നമ്മുടെ ലോക്കൽ അല്ലാത്ത ബസ്സുകളും സംഭവങ്ങളൊക്കെയാണ്. Me, I'm taking mine. No, I take mine. Oh, പിന്നെ I take mine. വീഡിയോ എടുത്തപ്പോൾ എന്തോ കിടന്ന് പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ബസ് എടുക്കാൻ വേണ്ടി പോന്നു. സ്ക്രീൻ ഉടക്കട്ടെ. ഈ പുള്ളിയാണ് കേട്ടോ ഏജന്റ്. ഇവിടെ ഓരോ ബസ്സിനും ഓരോ ഏജന്റ് ഉണ്ട്. അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ബസ്സുകാർ കൊടുക്കും. പിന്നെ പുള്ളി വന്ന് എൻ്റെ അടുത്ത് പൈസ കുറേ നേരം ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ 1,000 കൊടുത്തു. അപ്പോൾ അയ്യോ ബസ്സിൽ ഞാൻ കയറിയിട്ടുണ്ട്. 10-20,000 ബസ്സിലായത്. 20,000 എന്ന് പറയുമ്പോൾ എനിക്കൊട്ടും വയ്യ. 3,000 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. 3,000 കറക്റ്റ് എത്രയെന്നൊന്നും പറയാൻ എനിക്ക് കൂട്ടാൻ വയ്യ. ഈ കാണുന്നതാണ് ബസ്. അത്യാവശ്യം AC ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇതാണ്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കഴിക്കാൻ. പോപ്കോണ് സംഭവങ്ങൾ, ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. നമ്മുടെ ഇംഗ്ലീഷ് മ്യൂസിക് ഒക്കെ കേട്ടിട്ടുണ്ട്. നൈജീരിയൻ ആണ് കേട്ടോ, നൈജീരിയൻ സോങ്സ് ആണ്. നമുക്കിവിടെ ഏതാണ്ട് AC ഉണ്ട്, പാട്ടുണ്ട്. Except if you no get passport, if you read there, I go tell my master if you read border there. I go tell my master. So my master know somebody there. You can't take you cross Ghana border and cross Ghana border and go and take you somewhere. So you go wait for us. So no problem, no passport. I never have passport. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വെറുതെ കള്ളം പറഞ്ഞു. ബസ്സിന്റെ ആൾക്കാരുടെ അടുത്ത് എൻ്റെ അടുത്ത് പാസ്പോർട്ട് ഇല്ല, ഒന്നുമില്ല. അപ്പൊ കുഴപ്പമില്ല. പുള്ളിക്കാരൻ പറഞ്ഞേ അതൊന്നും പ്രശ്നമല്ല, ബോർഡറിൽ കുറച്ച് മുന്നേ ആക്കി തരാം. എന്നിട്ട് വേറൊരാൾ ബൈക്കിൽ ഇതില്ല കാട്ടിക്കിടക്കും കേട്ടോ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. നമ്മളിവിടെ ഇവിടെ ആൾക്കാർ ഈ യൂറോപ്പിലൊക്കെ ഇങ്ങനെ ഇല്ലീഗലായിട്ട് കടക്കാൻ വേണ്ടി ഇവർ ഈ സദേൺ കൺട്രിന്നൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് പാസ്പോർട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ ചാടിയൊക്കെ പോകും ആൾക്കാർ. One day you will go. കണ്ടോ, എല്ലാവരും ഇവരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും മൊറോക്കോ പോയി സ്പെയിൻ കടക്കാവുന്നതാണ്. അത് ഭയങ്കര ആളുകളാണ് കേട്ടോ. ഇതിനു വേണ്ടി കുറെ ആളുകൾ ഇങ്ങനെ ബോർഡർ കടക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരായിട്ടുണ്ട്. ഡെയിലി കാണുന്നതാണ്. നമ്മൾ ചെക്ക് പോയിന്റ് വന്നു. അവിടെ എന്തോ ചെക്ക് ചെയ്യണം. കുറെ സാധനമായിട്ട് കുറെ ആൾക്കാർ ഇവിടെ വിൽക്കാൻ വേണ്ടി ഉണ്ട്. ചെക്ക് പോയിന്റുകൾ, ധാരാളം ചെക്ക് പോയിന്റുകളുണ്ട്. അതുകൊണ്ട് അവിടെ പൈസ കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഓടിപ്പോവാണ്. ബസ്സിന്റെ പൈസ കൊടുക്കാനും അവിടെ എന്തോ രജിസ്റ്റർ ചെയ്യാനും. നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇപ്പം തന്നെ ഒരു 10-100 കിലോമീറ്റർ പോലും പോയില്ല. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം പുറത്തോട്ട് ഇറങ്ങി പാസ്പോർട്ട് കാണിച്ചു. പാസ്പോർട്ട് ഇല്ലാത്ത 2-3 പേരുണ്ട് കേട്ടോ. ID കാർഡൊന്നും ഇല്ലാത്ത 2-3 പേരുണ്ട്. ഇവർ ID കാർഡാണ് കൊടുക്കുന്നത്. അവരുടെ അടുത്ത് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, മനസ്സിലായില്ലേ. അങ്ങനെ നമ്മുടെ ബോർഡർ ഭാഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ബുർക്കിന ബോർഡർ ഭാഗമാണ്. നമ്മുടെ പക ബോർഡറാണ്. ഇനി നമ്മൾ നമ്മളിനി ബുർക്കിന എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ആരൊക്കെ കൈയാണ് ചേർത്ത് പോകണം. നമ്മൾ ബുർക്കിനോടെ എമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ആണ്. സീറ്റ് ഇല്ലാതെ ഇങ്ങനെ തറയിൽ താണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് സീറ്റൊക്കെ തന്നു. ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ ഇവിടെ. You cannot get 250. ഇവിടെ നമ്മുടെ എമിഗ്രേഷൻ ഒക്കെ നടക്കുവാണ്. പല ബസ്സുകൾ വന്ന് നിർത്തിയിട്ടൊക്കെയാണ്. എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. വളരെ സ്മൂത്ത് ആയിരുന്നു. വണ്ടി കയറി. ഇതിനിടയിൽ ഞാൻ വേറൊരാളെ കണ്ടു, പരിചയപ്പെടുത്തി തരാം. അസ്സലാമു അലൈക്കും. കൈഫ ഹാലക്? Alhamdulillah. Tamam, كويس. Alhamdulillah. العربية ما شاء الله، عربية كويس. Small. Small. Yes. عند سعودية؟ Saudiya. كم سنة؟ 6 سنة. 6 വർഷമായിട്ട് സൗദിയിൽ പുള്ളിക്കാരി ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ വീട് മാലിക്കാരിയാണ്, പക്ഷേ ഹസ്ബൻഡ് നൈജീരിയക്കാരൻ. അങ്ങനെ ഗാനയിലാണ്
നൈസ് ടു മീറ്റ് യു. Thank you. Nice to meet you. Bye. എന്നെ കണ്ടപ്പോ ഇവര് ഗാനക്കാരൻ അല്ല പാകിസ്ഥാനിയാണോ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാരി സൗദിയിൽ വർക്ക് ചെയ്തത്. ഗദ്ദാമ ഗദ്ദാമ കുവൈസ് സൗദിയ Alhamdulillah, madam. മദാം കുവൈസ് സൗദിയ മദാം കുവൈസ്. Yes. സൗദിയിലെ മദാം അവര് നല്ലതാണെന്നാണ് പറഞ്ഞത്. ബാക്കി അല്ലാത്ത ഇങ്ങനത്തെ ആൾക്കാരൊന്നും വലിയ രസമില്ല. അങ്ങനെ പുള്ളിക്കാരി വർക്ക് ചെയ്താണ് കേട്ടോ. ധാരാളം എന്താ പറയാ ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് ഗദ്ദാമയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്കും സ്പെഷ്യലി ഈസ്റ്റ് ആഫ്രിക്കൻസിന് നല്ല അഭിപ്രായമല്ല കേട്ടോ അറബ്സിന്റെ അടുത്ത്. ഫ്രം നൈജീരിയ. എല്ലാരും ഇവിടെ എന്നെ പറ്റിക്കുവാണ്. അപ്പൊ ലാസ്റ്റ് പുള്ളിക്കാരി ദേഷ്യപ്പെടുവാണ് കേട്ടോ. എന്നെ പറ്റിക്കണമെന്ന് എല്ലാരും പറ്റിക്കും. Laisse-moi tranquille. I'm not changing. No. അങ്ങനെ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഗാനൻ സൈഡ് എമിഗ്രേഷൻ കഴിഞ്ഞു. എമിഗ്രേഷൻ ഞാൻ ഓൾറെഡി ലൈബീരിയയിൽ നിന്ന് എടുത്തു കേട്ടോ. ലൈബീരിയയിൽ നിന്ന് എടുത്തു. കാരണം മുമ്പ് വിസ ഓൺ അറൈവൽ ഉണ്ടായിരുന്നു, ചീപ്പായിരുന്നു. ഇപ്പം വിസ ഓൺ അറൈവൽ ബോർഡറിൽ നിന്ന് കിട്ടും. പക്ഷേ $200 $200 എന്ന് പറയുമ്പോൾ 16,500 രൂപ വരും. അതുകൊണ്ട് ഞാൻ $70 എന്ന് പറയുമ്പോൾ 8 66,500 രൂപയ്ക്ക് ഞാൻ വിസ ഓൾറെഡി ഞാൻ പറയാനായിട്ട് എംബസിയിൽ നിന്ന് എടുത്തു, മൺട്രോവിയിൽ നിന്ന്, അതായത് ലൈബീരിയയുടെ ക്യാപിറ്റല്. നമ്മുടെ ബസ് താണ്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ആൾക്കാരെയൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ബാക്കി ആൾക്കാരെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഞാൻ അവസാനം ഗാന എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട്. അങ്ങനെ ഗാനയിലേക്ക് സ്വാഗതം. ഗാനയിലെ ആദ്യത്തെ ചെക്ക് പോയിന്റ് കഴിഞ്ഞ് നമ്മളതെല്ലാം കയറുന്നുണ്ട്. ഗാനയുടെ ഓഫീസേഴ്സ് എല്ലാം ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല ഫ്രണ്ട്ലി ആണ്. അവരുടെ ഭാഷയും ഇംഗ്ലീഷാണ്. കണ്ടില്ലേ നമ്മുടെ ബസ്സിന്റെ മുന്നിൽ നമ്മുടെ ഒരു വണ്ടിയിൽ വന്ന ആൾക്കാരെ കണ്ടില്ലേ. പാൻറ് ഇവിടെ മൂട്ടിലാണ് കേട്ടോ. ഇവിടെയാണ് കൊണ്ടിട്ടേക്കുന്നത്. ബോക്സർ ഇട്ടിട്ട്. അതാണ് കേട്ടോ ഗാന മോഡൽ. Ghana style, new style that. Ghana new style. Yeah, man. Better put some more down. No, they make a promote all. Yeah. സംസാരിച്ചപ്പോ your uncle is in US. How did he go? Past Libya to US. Libya to Europe or US? US. From here, where did he go? From Ghana? Ghana, Libya. How? By sea. No. Pass water top. Go to US. കണ്ടില്ലേ, അതായത് പുള്ളി പറയുന്ന പുള്ളിക്കാരൻ്റെ ബ്രദറും അങ്കിൾ ആരൊക്കെ US-ലുണ്ട്. എങ്ങനെ പോയെന്ന് ചോദിച്ചപ്പോൾ അവര് ബൈ വാട്ടർ, അതായത് ഇവിടുന്ന് ഭയങ്കര രീതിയിൽ റിച്ച്മണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ ഇന്ത്യയിൽ നിന്ന് വരെ പോകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇപ്പം കണ്ടില്ലേ ട്രംപ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അതായത് ഇന്ത്യയിൽ നിന്ന് വരെ ഈ സൗത്ത് അമേരിക്കയിലും അല്ലെങ്കിൽ പലയിടത്തൊക്കെ പോയി, അല്ലെങ്കിൽ ഈ യൂറോപ്പിന്റെ അടുത്തുള്ള പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ ആഫ്രിക്കയിലൊക്കെ വന്നിട്ട് ഈ മൗറിറ്റാനിയ, എന്നിട്ട് ഇവര് മൊറോക്കോയിൽ എങ്ങനെയെങ്കിലും എത്തി കടൽ വഴി ബോട്ടിലൊക്കെ തുഴഞ്ഞിട്ട് ഇവര് യൂറോപ്പിലോട്ട് കടക്കും. പിന്നെ പല ആളുകളും ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് അമേരിക്കയിലോട്ട് പോകും കേട്ടോ. അതായത് ബോട്ടിൽ ഡെയിലി ഓരോ ബോട്ടുകളായിട്ട് ഇവർ US-ലൊക്കെ പോയിട്ട് ജീവിതമാർഗം രക്ഷപ്പെടാൻ വേണ്ടി, കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടി, എസ്പെഷ്യലി ആഫ്രിക്കയിൽ നിന്നൊക്കെ ധാരാളം പേര് പോകാറുണ്ട്. യൂറോപ്പിൽ പോകുന്ന ആൾക്കാർ ലിബിയ വരെ എത്തി, അങ്ങനെയൊക്കെ കാട്ടിക്കൂടെയൊക്കെ പോയി ലിബിയ വരെ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത്, അതായത് വെള്ളത്തിലൂടെ പോകും. ഡെയിലി ആയിരക്കണക്കിന് ആളുകളാണ് കേട്ടോ മരിച്ചു വീഴുന്നത്. ഡെയിലി ആയിരക്കണക്കിനാണ്. ഞാൻ കുറച്ച് ആഴ്ച കൊണ്ട് വിചാരിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ കൂടെ ഞാനും ഒന്ന് പോയിട്ട്, അതായത് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കേട്ടോ. അതൊരു എനിക്കൊന്ന് വൺ ഓഫ് ദ ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഓഫ് ട്രാവലിംഗ് ആണ് കേട്ടോ. ജേണി ആയിരിക്കും, ജീവിതത്തിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ തന്നെ മാലിയിൽ വെച്ച് ഞാൻ 2-3 സെറലിയോൺ പെൺകുട്ടികളെ കാണിച്ചു തന്നായിരുന്നു. ഞാൻ പണ്ടത്തെ ഒരു ഹാറൂൺ, സുഡാനിൽ പോയപ്പോൾ ഇസ്രായേലിൽ എമിഗ്രേറ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞ ഹാറൂനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹാറൂൺ ഭയങ്കര ഫേമസ് ആയതാണ് ഞാൻ വീഡിയോ കേട്ടിട്ട്. കാരണം പുള്ളിയുടെ ആ നല്ലൊരു മനസ്സ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനൊരു വാഷ്റൂമിൽ പോയാണ്. വാഷ്റൂമിൽ പോകുന്നതിന് ആദ്യം ഞാനൊന്ന് വാഷ്റൂമിൽ പോകാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവിടുത്തെ ഫ്രീ വേ ആണ്. ഫ്രീ വേ എന്ന് പറഞ്ഞ് ഇവർ കാട്ടിൽ പറഞ്ഞയച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ് പെട്ടെന്ന്, കാരണം കുറേ ആളായ കേട്ടോ ഞാൻ കാട്ടിലൊക്കെ വാഷ്റൂമിൽ പോയിട്ട്, ഓപ്പണിൽ ഇരുന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട്. ഇന്ത്യയിൽ പണ്ട് യാത്ര ചെയ്യുമ്പോൾ ഡെയിലി ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ലോക്കൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ലൂസ് മോഷൻ ഇല്ല. അങ്ങനെ എപ്പോഴും വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കേട്ടപ്പോൾ അയ്യോ
ഞാൻ ഇതിങ്ങനെ വെളിയിൽ പോകുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നില്ല കേട്ടോ, ഞാൻ പണ്ടെപ്പോഴും ഇതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ വെളിയിൽ പണയിൽ പോയിരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോൾ അവർ പിന്നെ എനിക്ക് അവരുടെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ എനിക്ക് വാഷ്റൂം ഉപയോഗിക്കാനുള്ള സൗകര്യം തന്നു. നമ്മുടെ ബസ് ഇവിടെ പമ്പിൽ കിടക്കുവാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി. എന്തോ പെട്രോളോ ഡീസലോ ഏതെങ്കിലും ഫ്യൂല് ഓടിക്കാൻ വേണ്ടി വന്നിട്ട് മണിക്കൂറായിട്ട് ബസ് സ്റ്റേഷനിൽ ഇവിടെ പെട്രോൾ സ്റ്റേഷനിൽ നിർത്തുവാണ്. പെട്രോൾ അടിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാന്ന് കേട്ടോ. എന്തൊക്കെ സിസ്റ്റം എന്തോ, പെട്രോൾ എടുത്തിട്ട് അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു 3/4 മണിക്കൂറായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കുക. എല്ലാം രാത്രി നിർത്തിയിട്ടൊക്കെയാണ്. ചെക്കിങ് എന്തൊക്കെ കാര്യങ്ങൾ അടക്കമാണ് കേട്ടോ. ബുർക്കിനോ എന്നൊക്കെ വരുന്ന ബസ്സുകളായതുകൊണ്ട് ഫുള്ള് ചെക്കിങ് ആണല്ലോ. പോകാൻ പറ്റൂല, പോലീസുകാർ നമ്മളോട് എസ്കോർട്ടിന് വരും കേട്ടോ. കാരണം എനിക്കൊന്ന് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു. യുദ്ധവും പ്രശ്നമൊക്കെ നടക്കുവാണ് കേട്ടോ. എത്ര ദിവസമായിട്ട് തുടങ്ങിയെന്ന്. അതുകൊണ്ട് കുറേ സ്ഥലത്ത് തടഞ്ഞു വെച്ചു. ഇപ്പോൾ തടഞ്ഞു വെച്ച സ്ഥലത്ത് അവർ ഇപ്പം വിടൂല. പിന്നെ ലാസ്റ്റ് അവർ എസ്കോർട്ടിന് വേണ്ടി വേറെ ആർമിക്കാർ വരുവാണ്. അവിടെ എന്തോ യുദ്ധം നടക്കുവാണ് കേട്ടോ. ഗാനയിലും ഇവിടെ പ്രശ്നമുണ്ട് കേട്ടോ. ബുർക്കിനോ ഫാസോ ഗാന ബോർഡറിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ആക്ച്വലി. അമ്മോ, ഇവിടെ ഫുള്ള് വണ്ടി കത്തിക്കിടക്കുവാണല്ലോ. 9 മണി പോലും ആയില്ല. ഇവിടെ ഒരു മനുഷ്യനില്ല കേട്ടോ റോഡില്. എല്ലാവരും എനിക്കൊന്ന് സ്ഥലം വിട്ടു, അല്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് കിടക്കുവാണോ കുറ്റിയിട്ടിട്ട്. ഒരു മനുഷ്യ റോഡിലില്ല കേട്ടോ ഇവിടെ നിന്ന്. ൊക്കെ ഉള്ള സാധനമൊക്കെ എടുത്ത് ഓടുവാണ് കേട്ടോ. ഒരു 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ എല്ലാ സ്ഥലത്തും ആൾക്കാരെ കാണാം. റോഡിൽ ആളുകൾ ഇരിക്കുന്നു സ്ട്രീറ്റില്. എന്തായാലും കുറെ ചെക്ക് പോയിന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. എല്ലായിടത്തും ആർമിയും പട്ടാളമാണ് കേട്ടോ. സത്യം പറയാലോ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ ബുർക്കിനോ വിട്ടപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെയും വീണ്ടും പ്രശ്നം. അതായത് ടോഗോ, ബുർക്കിനോ ഫാസോ, ഈ ഗാന, ഈ ബോർഡർ ഭാഗത്തെല്ലാം ആക്ച്വലി കുറെ കോൺഫ്ലിക്റ്റുകളുണ്ട് കേട്ടോ. ഈ വില്ലേജിലും സംഭവങ്ങളിലൊക്കെ പല ന്യൂസുകളും പുറത്തു വരില്ല. കുറെ ആളുകൾ ആക്ച്വലി മരണപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സാധാരണ ഈ കോൺഫ്ലിക്റ്റ് സോണിലൊക്കെ ട്രാവൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എനിക്ക്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പ്രയോറിറ്റി എന്ന് പറയില്ലേ, എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം, എൻ്റെ കസിൻ്റെ വെഡിങ് ഉണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് മാത്രം എനിക്കെന്തോ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വിടണം കേട്ടോ. ഭയങ്കര ഒരു സ്ട്രെസ് കേട്ടോ, മെൻ്റൽ. അതാണ് ഈ മാലി പോയപ്പോഴും ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഈ ബുർക്കിനോയിലൂടെ മാലിയുടെയൊക്കെ യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഒരു ഇതായിരുന്നു. ഈവൻ സ്ട്രീറ്റ് ഫുഡ് പോലും കുറേ നാളായിട്ട് കഴിക്കാത്ത ഇതിൻ്റെ ഒറ്റ പേരിലാണ്. നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമില്ലാതെ എനിക്ക് കരളിനെ വേറെ അന്നത്തെ പോലെ ഹെപ്പറ്റൈറ്റിസ് പിടിക്കണ്ട, ജോണ്ടിസ് പിടിക്കണ്ട. മനസ്സിലായി? അങ്ങനെയാണ് കേട്ടോ. തന്ത വൈബ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് നമ്മുടെ പ്രയോറിറ്റീസ് മുന്നിൽ കണ്ട് സേഫ് ആയിട്ട് യാത്ര ചെയ്യുന്ന രീതി, അതാണ് കേട്ടോ ഞാൻ ഇപ്പം ചെയ്യുന്നത്. ഞാൻ ഇതിന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് സത്യത്തിൽ. പക്ഷെ ഇപ്പം ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരു ചെക്ക് പോയിന്റിൽ വന്നിട്ട് ഇവര് വണ്ടി കയറി എല്ലാം പരിശോധിച്ചു. എൻ്റെ ബാഗ് സസ്പീഷ്യസ് ആയിട്ട് പരിശോധിച്ചു, വല്ല തോക്കോ ആയുധങ്ങളോ ഉള്ളത്. ഇത് 2-3 കിലോമീറ്റർ അടുപ്പിച്ച് ചെക്ക് പോയിന്റ് ആണ് കേട്ടോ. ഇപ്പൊ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫുള്ളായിട്ട് വന്നു. ഫുള്ള് ഇവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ കുമാസി എന്ന് പറയുന്ന സ്ഥലത്തെത്താറായിട്ടുണ്ട്. ഫുള്ള് താണ്ട ഇവിടെ വാഴക്കൃഷിയും നമ്മുടെ പച്ചപ്പൊക്കെയാണ് കേട്ടോ. ഒരു കേരളത്തിന്റെ ഒരു തനതായിട്ടുള്ള രീതിയാണ്. രാവിലെ നമ്മുടെ ഐഡിയ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോയിന്റുകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചെക്ക് പോയിന്റ് ഇപ്പം അങ്ങനെ ചെക്ക് പോയിന്റ് ഒന്നും ഇല്ല കേട്ടോ. അല്ലാതെ ഒരു ചെക്ക് പോയിന്റ് ആണ്. നമ്മൾ കുമാസി എന്ന് പറയുന്ന നഗരം എത്താൻ വേണ്ടി പോവുകയാണ്. രാവിലെ തന്നെ കച്ചവടക്കാരൊക്കെ നമ്മുടെ വണ്ടി കയറി. ഇവിടെ TV ഒക്കെ ഇട്ടിട്ട് ആളുകൾ ഫുള്ള് എന്റർടൈനിങ് ആവുകയാണ് കേട്ടോ. ഇവിടുത്തെ സിനിമ കണ്ടിട്ട് വണ്ടിയിലുള്ള ആൾക്കാരെല്ലാരും TV കാണാണ്. എല്ലാരും ഭയങ്കര ആസ്വദിച്ചിരുന്ന് കാണുവാണ് കേട്ടോ ഈ TV പരിപാടി. ഇത് സിനിമ എന്തോ ആണ് കേട്ടോ. ഇവിടെ കട്ടറും കുണ്ടും കുഴിയൊക്കെ ആണല്ലോ. റോഡിന്റെ നടുക്ക് ആരോ ഒന്ന് ഡാൻസ് കളിക്കുവാണ്.
നമ്മൾ കുമാസി എന്ന് പറയുന്ന ഒരു ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഗാനയിലെ അക്ര എന്ന ക്യാപിറ്റൽ കഴിഞ്ഞാൽ കുമാസി എന്ന് പറയുന്ന ഈ ഒരു ടൗണ് അത്യാവശ്യം ഫേമസ് ആണ്. ഭയങ്കര ട്രാഫിക് ഉണ്ട് കേട്ടോ. രാവിലെ ആളുകൾ വർക്കിന് പോകുന്ന കാഴ്ചയൊക്കെയാണ്. അങ്ങനെ അവസാനം ഞാൻ നമ്മുടെ ഗാനയിൽ വന്നിട്ട് എൻ്റെ ഈ വെസ്റ്റ് ആഫ്രിക്കൻ യാത്രയിൽ ആക്ച്വലി എനിക്ക് കാണേണ്ട ഒരു പ്രിയപ്പെട്ട ഒരാളുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട ഒരാളെന്ന് പറയുമ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു വിദേശ സുഹൃത്ത്. അതായത് 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പല സുഹൃത്തുക്കളെ ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഒരു പാഷനായിരുന്നു കേട്ടോ. അതായത് വിദേശ സുഹൃത്തുക്കളുമായിട്ട് പരിചയപ്പെടുക, അവരുമായിട്ട് ബന്ധം പുലർത്തുക. അങ്ങനെ 12 വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ക്യാൻബിയോ സുങ്ങളോ എന്ന് പറയുന്ന ഒരു പുള്ളി. അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കൊച്ചിലെ ചെറിയ വയസ്സായപ്പോൾ ഒരു കറുത്ത നിറമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ഫേസ്ബുക്കിലൂടെ വീഡിയോ കോളൊക്കെ ചെയ്തു. അന്ന് ഞാൻ ഭയങ്കര രീതിയിൽ ഇപ്പോഴും ഓർക്കുവാണ്. പണ്ട് കൊച്ചിലെ എൻ്റെ ഉമ്മാരുടെ അടുത്തൊക്കെ കൊണ്ട് കാണിച്ചു, ഉമ്മാരുടെ അടുത്ത് ഇത്താരുടെ അടുത്ത് ഇത് എൻ്റെ ആഫ്രിക്കൻ ഫ്രണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പണ്ട് തൊട്ടേ ആ ബന്ധം ഇപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ആളായിട്ട് പറഞ്ഞു പുള്ളിക്കാരനെ വരുന്ന് കാണും, അപ്പോൾ പുള്ളിക്കാരൻ്റെ അവിടെ ഒരു 2 ദിവസം സ്റ്റേ ചെയ്യുമെന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയില്ല. കാരണം പുള്ളിക്ക് വൺ ഓഫ് ദ പ്രയോറിറ്റി ആണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അക്രയിൽ വേറൊരു ഫ്രണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതും വേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും വരും പുള്ളിക്കാരൻ്റെ ഫാമിലിയോടെ സ്പെൻഡ് ആയി. ഇന്നലെ ആക്ച്വലി മെനിയാന്ന് ഡയറക്റ്റ് നേരെ ബുർക്കിൽ നിന്ന് വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താ പറയുക റമളാൻ ഇഫ്താർ അവരുടെ കൂടെ കൂട്ടിയിട്ട് അവരുടെ ഫാമിലിയുടെ കൂടെ ഒരു ദിവസം നിൽക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പുള്ളി കാണാൻ ഇൻട്രസ്റ്റ് വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. 12 വർഷങ്ങൾക്ക് ശേഷം, അതായത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വിദേശ സുഹൃത്ത്, കണ്ടിട്ടില്ലാത്ത ഓൺലൈൻ മാത്രം പരിചയമുള്ള സുഹൃത്തിനെ ഞാനിപ്പോൾ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. പുള്ളിക്കാരന് നല്ല പ്രായമുണ്ട് കേട്ടോ. പുള്ളി എൻ്റെ അടുത്ത് പണ്ട് കൊച്ചിലെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളപ്പോഴേ എപ്പോഴും ബിസിനസ്സാണ് സംസാരിക്കുന്നത്. ആഫ്രിക്കൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ് മെൻറ്റാലിറ്റിയാണ്. അവിടെ എന്തെങ്കിലും കിട്ടും. ഇപ്പം മാലിയിലായപ്പോൾ പോലും പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ക്യാറ്റിൽ വേണം, അവിടെ ക്യാറ്റിൽ കിട്ടും. ഇവിടെ രാവിലെ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വരുവാണ്. പുള്ളിക്കാരൻ മാർക്കറ്റിൽ എന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. ഭയങ്കര വേറൊരു വൈബ് കേട്ടോ. അയ്യോ എന്തോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. പുള്ളിക്കാരനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ വലിയൊരു ദുഃഖമുണ്ട്, പുള്ളിക്കാരൻ്റെ ഫാമിലിയെ കാണാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ്റെ മക്കളുണ്ട്, അപ്പം അവരെയൊക്കെ കാണണം. അവർക്ക് വല്ലതും വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകാനായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ. അതെല്ലാം റൂയിനായി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. കുട്ടികൾക്ക് 2 തുണിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും നമുക്ക് നോക്കാം. പുള്ളി അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. Good, how are you? You are tired. I'm very tired, man. I'm so happy to see you, man. Long time. Then You are so big, man. You are nice. Are you sure? I wanted you to wait and go tomorrow, but you bought. How many years, bro? 13 years. 13 വർഷക്കാലം. I was very small that time. Very small. You were so big. You still so big. ബുർക്കിനോ ഫാസോ എന്ന് വരുന്ന ഒണിയൻ ആണ് കേട്ടോ. ബുർക്കിനോ ഫാസോയിൽ ആക്ച്വലി കൃഷിയും സംഭവങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. You remember my sister? Yes. You remember my sister get married? Yes. Then I think the day you were marrying, I called and you said your sister was marrying out. Yeah. പണ്ട് ഇത്താക്ക് അറിയാമെന്ന് പറഞ്ഞൂടാ, നിനക്ക് ഓർമ്മ ഉണ്ടോ? അതായത് പണ്ട് ഞാൻ കൊച്ചിലെ നെടുമങ്ങാട് എവിടെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫോറിൻ ഫ്രണ്ട്, ഒരു കറുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരുത്തനെ കാണിച്ചു തന്നിട്ടില്ലേ, വീഡിയോ കോൾ ചെയ്ത് ഉമ്മായ നിന്നെയൊക്കെ. അപ്പോൾ ആ പുള്ളിയാണ് കേട്ടോ. ഇത്താരുടെ അടുത്താണ് പറയുന്നത് കേട്ടോ. ക്യാൻബിയോ സുങ്ങളോ. അന്നത്തെ പേരൊക്കെ ഞാൻ ഭയങ്കര അതിശയത്തോടെയാണ് ഞാൻ വീട്ടിലൊക്കെ പറയുന്നത്. എൻ്റെ ഫ്രണ്ട് ക്യാൻബിയോ സുങ്ങളോ. ഇവിടെ നമ്മുടെ റിമോട്ടറാണ് കേട്ടോ. ടിവിയുടെ റിമോട്ടർ കണ്ടില്ലേ, മറ്റേ റോളാക്കി കെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്ന കാഴ്ച. ഇവിടെ പശുവിന്റെ ഇതൊക്കെയാണ് കേട്ടോ. ബുർക്കിനൊന്നും കൊണ്ടുവരുന്നതാണ്. പശുവിന്റെ കാലാണ് കേട്ടോ. കാല് കൊണ്ടുവരുന്ന വിറക് കൊള്ളി പോലെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, വിറക് കൊള്ളി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് 2 മലയാളികളെ മെസ്സേജ് അയച്ചിരുന്നു. അയ്യോ അവരെനിക്ക് വേണ്ടി ഓടുകയാണ് കേട്ടോ. ബസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓടുവാണ്.
ബ്രോ പയ്യോന്നാ മതി, പയ്യോ. ഇതിന്റെ ഇടയിൽ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, നമ്മുടെ ക്യാൻബീവിന്റെ അടുത്തൊക്കെ മീറ്റ് ചെയ്തു. പക്ഷെ അതേസമയം ദുഃഖമുണ്ട്, അത് വീട്ടിൽ പോകാൻ പറ്റില്ല. മറ്റേ രണ്ടുപേര് ഷഹീറും പിന്നെ അയ്യോ മറ്റേ ബ്രോന്റെ പേര് മറന്നു കേട്ടോ. ഷഹീനും വേറൊരു ബ്രോയും ആണ്. അവരെനിക്ക് വേണ്ടി വെള്ളവും ഇതൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. പാവം കേട്ടോ, എനിക്ക് വേണ്ടി ഓടി വണ്ടി എവിടെ ഇട്ടിട്ട് പാവം. ഒരാൾ 7 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. എന്നിട്ട് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അയ്യോ പാവം, അവര് ഭയങ്കര പാവം കേട്ടോ. 2 ബ്രോമാര്. ഷഹീൻ എനിക്ക് തോന്നുന്നു എന്റെ അനിയന്റെ പ്രായമുള്ളൂ, എന്റെ പ്രായത്തിൽ നിന്ന് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ, പയ്യനാണെന്ന് തോന്നുന്നു. അപ്പൊ അവരെവിടെയൊന്നും സ്ഥലമൊന്നും എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജാണ് ഷഹീന്. അങ്ങനെ പിന്നെ ബസ് പെട്ടെന്ന് തന്നെ എടുത്തു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി നമ്മൾ ഇനി അക്കരയിലോട്ട് പോവാണ്. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. ഇതുപോലെ എനിക്ക് ഓൺലൈനിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പണ്ട് മുതലേ കണക്ട് ചെയ്തിട്ടുള്ള പല ആളുകളുണ്ട്. നമ്മുടെ സേയില്ലേ മെക്സിക്കോക്കാര് നമുക്ക് 6 വർഷമായിട്ട് പരിചയമുണ്ട് കേട്ടോ. 6 വർഷത്തിന് ശേഷമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്, സ്പെഷ്യലി ട്രാവലേഴ്സ് ധാരാളമുണ്ട്. ട്രാവലേഴ്സ് അല്ലാത്ത ആൾക്കാരും പണ്ടോട്ടെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഓരോ പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ മീറ്റ് ചെയ്യാണ്. പിന്നെ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കള് എല്ലാവരും ഇപ്രാവശ്യം കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നൈജീരിയ പോകുമ്പോൾ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ അവിടെയായിരുന്നു സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാന്. പക്ഷെ ഇപ്പൊ അത് മാറ്റി, എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു പ്ലാന്. നമ്മുടെ ഈ റോഡ് സംഭവങ്ങളെല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. റോഡുകളൊക്കെ കുറെയൊക്കെ നീറ്റാണ്. വഴിയെല്ലാം നല്ല അടിപൊളി ഫ്രൂട്ട്സ്, നമ്മുടെ പച്ചക്കറികള്, അവക്കാഡോ, കുറെ സാധനങ്ങളുണ്ട്. അതാണ് മാംഗോ. ഇവിടെ ഒരു വമ്പൻ ട്രക്ക് മറിഞ്ഞ് കിടക്കുവാണ്. അയ്യോ, ഇവിടെ ഫുള്ള് റോഡെല്ലാം പണി കിടക്കുവാണ് കേട്ടോ. എനിക്ക് ഒന്ന് ചൈനക്കാർ വല്ലതും പണി ചെയ്യുന്ന റോഡായിരിക്കണം. You are looking for girls. Very bad. അവിടെ ഒരു ചേച്ചി നടന്നു പോകുന്ന പുള്ളിക്കാരെ ഇന്ന് കമന്റ് അടിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു ചേച്ചി നടന്നു പോകുന്നത് കുറെ നേരമായിട്ട് രാവിലെ തൊട്ട് പുള്ളിക്കാരെ ഓരോ സ്ത്രീകളെ കാണുമ്പോൾ കമന്റ് അടിക്കുവാണ് വണ്ടിയിൽ കയറാന്. ഇവിടെ അത് പൊതുവെ കോമൺ ആണ് കേട്ടോ. ഇവിടെ സ്ത്രീകൾ, നമ്മുടെ നാട്ടില് ഒരു സ്ത്രീ അങ്ങനെ കമന്റ് ഇട്ടാ അപ്പൊ പോയി കേസ് എടുക്കും, അല്ലെങ്കിൽ ചെവിട്ടത്തേക്ക് കിട്ടും. ഇവിടെ അങ്ങനത്തെ സെൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇവരുടെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ ഇതൊക്കെ ഇവർക്ക് ഓക്കെ ആണ്. അങ്ങനത്തെ ആ ഒരു ഓപ്പൺനെസ് ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ നമ്മുടെ സിറ്റിയിലോട്ട് നമ്മൾ കയറുവാണ്. അതാണ്ട് ഇവിടെ അവര് പാലങ്ങളും ഇതൊക്കെ പണിയാണ്. അക്കരെ എനിക്ക് തോന്നുന്നു കുറച്ചാൾ കഴിയുമ്പോൾ കൂടുതൽ ഡെവലപ്ഡ് ആവും. ഈ റോഡൊക്കെ നല്ല അടിപൊളിയാവും. അവസാനം നമ്മുടെ ഗാനയുടെ ഒരു സീനിക് വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഗാനയുടെ അക്ര എന്ന് പറയുന്ന ക്യാപിറ്റൽ നഗരത്തിന്റെ ഒരു സീനിക് വ്യൂ ആണ്. So you go help me make a trap come your area? Yeah, you come. We'll come there. But don't comment on the girls, okay? Then they will slap you. Don't comment on the girls. Don't say anything on the girls. Look at it. Just how come. They will slap you, you know? Or they will go to police. No, I want to see your country, how it is. Okay. How it be. Yeah. It be nice. You see my country, Ghana. Yeah. You are always welcome. Thank you. Hey, man. See, I'm correct? Yeah, it's good, correct. See? Oh, it's nice. Yeah. 25 മണിക്കൂർ പറഞ്ഞ യാത്ര ഏകദേശം 29-32 മണിക്കൂർ എടുത്ത് ഞാൻ അക്രയിലെത്തി. രാവിലെ 10 മണിക്ക് എത്തേണ്ട യാത്ര അക്രയാ. ഞാൻ എത്തിയത് വൈകിട്ട് 4 മണിക്കാണ്. അതുകൊണ്ട് ഇവിടെ കുറേ ബസ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഇന്റർനാഷണൽ ബസ്സുകളാണ്. ടാക്സിയൊക്കെ ബൈക്ക് ടാക്സിയിൽ കയറി ഞാൻ തോന്നുന്ന പോലെയാണ് പോകുന്നത്. തിരക്കും തിക്കും അങ്ങനെ. വെൽക്കം ടു ഗാന, വെൽക്കം ടു അക്ര. കണ്ടില്ലേ വഴി കൂടെ, റോഡിൽ കൂടെ ഒന്നും കൊണ്ടുപോകാൻ സ്ഥലമില്ല കേട്ടോ. പുള്ളിക്കാരൻ ഫുള്ള് ഫുട്പാത്തിൽ കൂടെയാണ്, ആൾക്കാരെയൊക്കെ ഇടിച്ചാണ് പോകുന്നത്. എൻ്റെ അമ്മ, നമ്മുടെ ഓട്ടോ അല്ല ബൈക്ക് ടാക്സി പിടിച്ച് ഞാൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ആരെയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഞാൻ തമ്മിലിട്ട് കാണും ചിലപ്പം. ഞാൻ കുറച്ച് ദിവസം നിങ്ങൾക്കൊക്കെ മുമ്പ് ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ഉള്ളിലായിട്ട് സ്റ്റേ ചെയ്ത ഒരാളാണ്. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വരുവാണ്. അപ്പോൾ
ഇനി എൻ്റെ കൂടെ നൈജീരിയ വരെ, ഇവിടെ നിന്ന് ടോഗോ, ബെനിൻ, നൈജീരിയ വരെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനാണ് പുള്ളിയുടെ അതായത് അത് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കാരണം പുള്ളി ട്രാവൽ ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യില്ല. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മെൻ്റലി ഓക്കെ ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും യാത്ര ചെയ്യാൻ വേണ്ടി ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു Airbnb എടുത്തു. പുള്ളിക്കാരി രാവിലെ തന്നെ വന്നു. ഞാൻ ബസ് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എത്താൻ ലേറ്റായി. പുള്ളിക്കാരി ഫ്ലൈറ്റ് എടുത്തു. ലൈബീരിയാണ് കേട്ടോ. ലൈബീരിയയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ വന്നു. ഞാനിപ്പോൾ അതാണ്ട് അല്ലാതെ വന്നു. അപ്പോൾ ഞാൻ പോയി സർപ്രൈസ് എടുക്കട്ടെ. ഞാൻ ഇനി കുറച്ച് നേരം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞില്ല. പണി കിട്ടി. ഗേറ്റ് വന്നിട്ട് ഇവിടുത്തെ കെയർ ടേക്കർ ഇല്ല കേട്ടോ. കെയർ ടേക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഗേറ്റ് പുള്ളിക്കാരനൊക്കെ കുറച്ച് തുറപ്പിച്ചിട്ട് ഞാൻ പോയി കോളിംഗ് ബെൽ അടിക്കായിരുന്നു. ഇത് വീട് അവിടെയാണ്, മനസ്സിലായില്ലേ? Airbnb അവിടെയാണ്. ഇപ്പം അവൾ വന്നാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു. ഞാൻ പാതിരാത്രിയാവും വരുമ്പോൾ. അപ്പോൾ എങ്ങനെ തുറക്കും? കെയർ ടേക്കർ ഉണ്ടോ? അപ്പം കൊണ്ട് കെയർ ടേക്കർ അവിടെ പോയി കെയർ ടേക്കർ ഇല്ലാന്ന്. അപ്പം ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഞാനിവിടെ പുറത്തോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ വരുവാണ് പുള്ളി. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടി. ഇനി ഞാൻ തുറക്കട്ടെ. തുറക്കാനൊന്നും പറ്റുന്നില്ല. വാവ്.